എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 4ാമത്തെ ആഴ്ചയിലെ മീൽ പ്രപ്പ് വീഡിയോ ആയിട്ടാണ്. ഈ ആഴ്ച മുതൽ കുട്ടികൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഒരുപാടങ്ങ് ഓർഗനൈസ്ഡ് ആയിട്ടല്ല ഈ ഒരു മീൽ പ്രപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ലഞ്ച് ബോക്സുകളിലാക്കി വെക്കുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ കോസ്കോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മാൽമോയിൽ കോസ്കോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമാകുന്നു. അപ്പോൾ അവിടെ പോയാൽ കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ കിട്ടും, നല്ല വെളിച്ചെണ്ണയൊക്കെ കിട്ടും അവിടെ. അങ്ങനെ നമ്മളിപ്പോൾ ശനിയാഴ്ച ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കോസ്കോയിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഫുഡ് നമ്മൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോസ്കോയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. കോസ്കോയിൽ ഫ്രഷ് മീനും അതുപോലെ തന്നെ പ്രോൺസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോൺസ് വെച്ചിട്ട് നമ്മളൊരു പ്രോൺസ് നിർവ്വാണ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി നമ്മൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഒരുപാട് മുളക് പൊടി ഒക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് പ്രോൺസ് വെക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പം മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ സീബ്രി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് തൃശ്ശൂർ സ്റ്റൈലിലൊരു മീൻ കറിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് സൺഡേ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മുടെ കേരള ഫുഡാണ് കൂടുതൽ ഇഷ്ടം. വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അവർ സ്കൂളിൽ സ്വീഡിഷ് രീതിയിലുള്ള ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാനാണ്. അപ്പം ഞാൻ അവരുടെ ഇഷ്ടത്തിനാണ് ഈ ആഴ്ചയിലെ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോൺസ് നിർവ്വാണം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ശനിയാഴ്ച ചെയ്തു വെച്ചത്. അപ്പോൾ ഞായറാഴ്ച ആയപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ 2 തവണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന മാവ് ഒറ്റ തവണ അരച്ച് വെച്ചിട്ടുണ്ട്. അതായത് 4 കപ്പ് പച്ചരി, പിന്നെന്താണ് 1.5 കപ്പ് ഉഴുന്ന്, ഇത്രയും ഇട്ടിട്ടാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് അരച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കാൻ നേരം കുറച്ച് ചോറും കൂടെ ചേർത്തിട്ടാണ് അരച്ച്, വേറെ ഒന്നും ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരു 4 തവണകളായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തു. ഈ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമുക്ക് സാമ്പാർ ആണ് സൺഡേ നമ്മൾ എടുത്തത്. അപ്പോൾ തുവര, അതുപോലെ തന്നെ ഇതിലേക്ക് കിഴങ്ങ്, ക്യാരറ്റ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കായം, പിന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് 1 വിസിലാണ് വേവിക്കുന്നത്. മസൂർ ദാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇഡ്ഡലി ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തണുത്ത വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇളകി വരും ഇഡ്ഡലി. അതുപോലെ ഇഡ്ഡലി തട്ടിൽ നമ്മൾ ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ടാണ് മാവ് ഒഴിക്കേണ്ടത്. അതേ തട്ടിൽ തന്നെ വീണ്ടും എണ്ണ തടവിയതിന് ശേഷം അടുത്ത സെറ്റ് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചു. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കായം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സാമ്പാർ നല്ല ടേസ്റ്റാണ്. നമ്മുടെ 2 മില്യന് മേലെ പോയ ഒരു സാമ്പാർ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇഡ്ഡലി ആവശ്യത്തിനുള്ളത് നമ്മൾ എടുത്തിട്ട് ബാക്കി എല്ലാം സിപ്പ് ലോക്കുകളിലാക്കി ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കാൻ നേരം ആവി കയറ്റിയെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞായറാഴ്ച ഉച്ചയ്ക്കത്തെ ലഞ്ചായിരുന്നു ഇത്. അപ്പോൾ തീയലും തോരനും മീനും ഒക്കെ ആയിട്ട് ലഞ്ച്. അപ്പോൾ നമ്മൾ കോസ്കോയിൽ നിന്ന് 2 പാക്കറ്റ് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അതിലൊന്ന് ചിക്കൻ തൈസും മറ്റേത് ചിക്കൻ ബ്രസ്റ്റുമാണ്. അപ്പോൾ ഇത് വന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിന് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ കഴുകി എടുക്കരുതെന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് പറയുന്നത്. അതായത് നമ്മൾ കഴുകുമ്പോൾ അതിൻ്റെ ബാക്ടീരിയാസ് എല്ലാം നമ്മുടെ കിച്ചണിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ടീരിയാസ് എല്ലാം നശിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ അത് കഴുകാതെ എടുക്കുന്ന അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാരിനേഷൻ തയ്യാറാക്കുകയാണ് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന. ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബേക്ക്ഡ് ചിക്കനിൽ. അപ്പോൾ അതേ ഒരു മസാലയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഒരു 2.5 കിലോ ചിക്കൻ തൈസ് ഉണ്ട്. ഇത്രയും കൂടി നമുക്ക് ഒരാഴ്ച വേണ്ടി വരില്ല. പിന്നെ ഇതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് ബേക്ക് ചെയ്യുകയാണ്. ബാക്കി സിപ്പ് ലോക്കുകളിലാക്കി സൂക്ഷിച്ച് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. നോർമൽ ഫ്രിഡ്ജല്ല, ഫ്രീസ് ചെയ്ത് എടുക്കുകയാണ്. ഇത് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നോർമലാക്കിയതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വന്നത് ബേക്ക് ചെയ്തത് നമ്മൾ മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ എടുക്കാവുന്നതാണ്.
ഇനി നമ്മളൊരു പാവ് ഭാജി മസാല തയ്യാറാക്കുകയാണ്. വെജിറ്റബിൾസും അതുപോലെ തന്നെ ഒരു 200 ഗ്രാം പനീർ ഗ്രേറ്റ് ചെയ്തും കൂടെ പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് വെച്ചു. ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 3 ടൈപ്പായിട്ടാണ് മാറ്റുന്നത്. അതിലൊരു 4 ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് ഒന്ന് ഷ്രെഡ് ചെയ്ത് എടുക്കാൻ പോവാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കൊരു 2 വിസിലൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒരു ബട്ടർ ചിക്കൻ്റെ സെയിം മസാല തന്നെയാണ് നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. ബട്ടർ ചിക്കൻ്റെ ഒക്കെ റെസിപ്പി നമ്മൾ വിശദമായിട്ട് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി വേർഷനിലാണ് നമ്മൾ ഈ ഒരു ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നത്. ഒട്ടും തന്നെ അധികം എണ്ണ യൂസ് ചെയ്യാതെ ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ ഒരു പാവ് ഭാജി മസാല അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് പ്രഷർ പോയിട്ട് നമ്മൾ തുറന്നു. ഇതെനിക്ക് കുറച്ചുകൂടെ ഒന്ന് വേവണം തോന്നിയതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് വീണ്ടും 1 വിസിലും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. പാവ് ഭാജി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും അധികം എണ്ണ യൂസ് ചെയ്യാതെ ഒരു റെസിപ്പിയാണ്. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കോസ്കോയിൽ നിന്ന് നമ്മൾ ഡിന്നർ റോൾസിൻ്റെ ബൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബണ്ണാണ്. അപ്പോൾ അത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയെടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യാനുസരണം നമുക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ. ഇനി ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് സവാള, കുറച്ച് കാഷ്യൂ നട്ട്സ്, 2 വറ്റൽമുളക്, കുറച്ചധികം തക്കാളി, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് 2 വിസിൽ. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ വെള്ളത്തിലാണിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഹെൽത്തി ആവും. പിന്നെ നമ്മൾ ഗീ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ബട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ബട്ടർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടർ ഉരുക്കിയിട്ട് നമ്മൾ ഗീ ഉണ്ടാക്കുകയാണ്. ബട്ടർ ചിക്കനിൽ നമ്മൾ പിന്നെ 1 ക്യൂബ് ബട്ടർ ഇട്ടു. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ചെറിയ ജീരകം, പിന്നെ കുറച്ച് കസൂരി മെത്തി ഇത്രയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. പൊടിയായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയാണ് ചേർക്കുന്നത്. പൊടികൾ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഉള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വെന്ത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ പച്ച ചുവയോ ഒന്നും തന്നെ ഇല്ല. കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാപ്രിക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഈ ഗ്രേവി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബട്ടറിൽ ഈ ചിക്കൻ ഫ്രൈ ചെയ്യണം. അതുപോലെ ഉള്ളി വഴട്ടുമ്പോൾ അതിലും കുറേ ബട്ടറും എണ്ണയൊക്കെ ഒഴിക്കും. ഒരുപാട് ഓയിലി ആവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം. ചിക്കൻ കഷ്ണങ്ങൾ ആ ഒരു ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. ലെസ് ഫാറ്റായിട്ടുള്ള ക്രീമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഷുഗർ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇവിടെ കുട്ടികൾക്ക് കറികളിൽ മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നമ്മുടെ ചിക്കൻ നമ്മൾ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് സാൻഡ്വിച്ചിലും അതുപോലെ തന്നെ റോളിലും ഒക്കെ വെക്കാൻ പറ്റിയൊരു ഫില്ലിങ് തയ്യാറാക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 സവാള പൊടിയിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫില്ലിങ് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല യൂസ് ഉണ്ട്. ബ്രെഡിൽ ഫില്ല് ചെയ്ത് സാൻഡ്വിച്ച് ആക്കാം, ടോട്ടിയയിൽ റോൾ ചെയ്ത് ബുറീറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം, അതുപോലെ പപ്സ് ഉണ്ടാക്കാം. ഇനി നമുക്ക് സാലഡായിട്ടും യൂസ് ചെയ്യാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാപ്രിക്കയും കൂടെ ചേർത്തു. ഇനി ഇതെല്ലാം ഒന്ന് പച്ചമണം മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മിക്സഡ് വെജ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഫ്രോസണായിട്ട് ഉള്ള മിക്സഡ് വെജാണ് നമ്മൾ ചേർക്കുന്നത്. ക്യാരറ്റ്, അതുപോലെ ബീൻസ്, ഗ്രീൻ പീസ്, പിന്നെ കോളിഫ്ലവർ ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ കുറച്ചധികം ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കും. വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പുൾഡ് ടർക്കി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടർക്കിക്ക് പകരം നിങ്ങൾക്ക് ഇതുപോലെ ചിക്കനും അതുപോലെ പനീറും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗീ ഒക്കെ ഇപ്പോൾ റെഡിയായി. നമ്മളതൊരു കുപ്പിയിലേക്ക് അരിച്ച് ഒഴിക്കുകയാണ്. നല്ല മണമാണ് ഈ ഒരു ഗീക്ക്. ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് സെർവ് ചെയ്യാനാണ് ഈ ഒരാഴ്ച ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിയായിട്ട് സാലഡും പിന്നെ ചീര ഫ്രഷായിട്ടും എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. നമ്മൾ ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക്, ചിക്കൻ ബ്രസ്റ്റ് വേവിച്ച സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാക്കിയ ഒരു റൈസാണ്. പിന്നെ ബീൻസ് മെഴുക്കുവരട്ടിയും ബട്ടർ ചിക്കനും കൂടെ
ഇങ്ങനെയാണ് ഞാൻ സെർവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 3 ദിവസത്തെ ഓവർനൈറ്റ് ഓട്സും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരാഴ്ച ഇങ്ങനെയാണ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മടി പിടിച്ചു. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒരു വീക്കിലെ മീൽ പ്രെപ്പ്. അടുത്ത ആഴ്ച നമ്മൾ പ്രോപ്പറായിട്ട് മെനു ഒക്കെ തയ്യാറാക്കിയിട്ട് മീൽ പ്രെപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ബ്രൗണിയുടെ റെസിപ്പി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ കൂടുതൽ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറ്റ് മെനൂസും വരും ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും മറക്കാതെ കാണുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്